വലിയ ഒരു പ്രവചനം അല്ലാഹു ചെയ്തു വച്ചിരിക്കുകയാണ്. അത്ഭുതപ്പെടുത്തുന്നൊരായത്ത്. 31-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാൽ. അർത്ഥറിയുന്നവർ ആലോചിച്ച് മനസ്സിലാക്കി എന്താണ് അല്ലാഹു ഈ പറയുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ഈ ആയത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാലു ഔ ഖുത്തിഅത് ബിഹിൽ അർദ് ഔ കുല്ലിമ ബിഹിൽ മൗതാ ബലില്ലാഹിൽ അംറു ജമീഅ. أفلم ييأس الذين آمنوا أن لو يشاء الله لهدى الناس جميعا ولا يزال الذين كفروا تصيبهم بما صنعوا قارعة أو تحل قريبا من دارهم حتى يأتي وعد الله إن الله لا يخلف الميعاد. പർവ്വതങ്ങൾ ഭൂമിയുടെ ആണിക്കല്ലുകളാണ്. എവറസ്റ്റ് ഉൾക്കൊള്ളുന്ന ഹിമാലയമടക്കം ലോകത്തുള്ള പർവ്വതങ്ങളെല്ലാം ഭൂമിയുടെ മുകളിൽ കാണപ്പെടുന്നതിൻ്റെ 2 ഭാഗത്തോളം അതിലേറെയും ഭൂമിയുടെ ഉള്ളിലേക്ക് വേരുപോലെ കിടക്കുന്ന പർവ്വതങ്ങൾ. കാണുന്നതിൻ്റെ പകുതിയോളം ഭൂമിൻ്റെ ഉള്ളിലേക്ക് വേരുകളായി പോയിട്ടുണ്ടെന്നാണ്. ആ പർവ്വതങ്ങളെ ഒന്ന് മൂവ് ചെയ്യുക എന്നത് സങ്കല്പിച്ചു നോക്കൂ. ഒരു പർവ്വതത്തെ നമുക്ക് പൊട്ടിക്കാം, ബ്രേക്ക് ചെയ്യാം, പാറയ്ക്ക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഒരു പർവ്വതത്തെ മൂവ് ചെയ്യാൻ മാത്രമുള്ള സംവിധാനം മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ടോ? നമുക്ക് JCB കൊണ്ട് എന്തെങ്കിലും കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ നീക്കാം. ഒരു പർവ്വതം നീക്കുന്നത് വിശുദ്ധ ഖുർആൻ കൊണ്ട് അതുപോലും സാധ്യമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാൽ. അസലിയായ അബദിയായ അല്ലാഹു ജല്ല ജലാലു ഖുദ്റത്തിന്റെയും ഹിക്മത്തിന്റെയും ബസീറത്തിന്റെയും സുൽത്താനിന്റെയും ജബറൂത്തിന്റെയും എല്ലാം അധികാരിയായ അല്ലാഹു ആ പടച്ച തമ്പുരാന്റെ അനശ്വരമായ വാക്കുകൾ, വചനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ. അത് മനുഷ്യൻ ചൊല്ലിയതല്ല, മനുഷ്യന്റെ വാക്കുകളല്ല, ഒരാളും എഴുതി വെച്ചതുമല്ല. പുണ്യ നബി പോലും അത് ഞാൻ എഴുതിയതല്ല എന്ന് പറഞ്ഞവരാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പോലും ഖുർആൻ എന്റേതാണെന്ന് തങ്ങൾ അവകാശപ്പെട്ടില്ല. അവകാശപ്പെടാമായിരുന്നില്ലേ? തങ്ങൾ മആദല്ലാഹ് ഖുദാന ഖാസ്ത മആദല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേ അത് പറയാൻ കഴിയൂ. പ്രവാചകരെങ്ങാനും സത്യപ്രവാചകരല്ലായിരുന്നുവെങ്കിൽ അറേബ്യയിലാകമാനം 23 വർഷങ്ങളെ കൊണ്ട് അടിമുടി മാറ്റം വരുത്താൻ കാരണമായ പരിശുദ്ധ ഖുർആനിന്റെ മാസ്മരികത അത് കാണുമ്പോൾ അത് എൻ്റെ പവറാണ്, എൻ്റേതാണ് എന്ന് പറയാനല്ലേ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുക. പുണ്യനബി പറഞ്ഞതെന്താ? ഇത് എൻ്റെ വാക്കുകളല്ല, ഇത് എൻ്റേതല്ല, ഇതെനിക്ക് നൽകപ്പെട്ട വാക്കുകളാണ്. തങ്ങൾ പോലും അവകാശം പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് തങ്ങളെ മേൽ ഇത് ആരോപിക്കുന്നത്? എനിക്ക് വലിയ തമാശ തോന്നാറുണ്ട്. ഇത് മുഹമ്മദ് നബി എഴുതി വെച്ചതാണ്. തങ്ങൾ പറയുന്നത് ഞാൻ എഴുതിയതല്ല. തങ്ങളല്ലേ വാദിക്കേണ്ടത് ഞാൻ എഴുതിയതാണ്. തങ്ങൾ പറയുന്നത് എൻ്റേതല്ല. കിതാബുൻ ഉഹ്കിമത് ആയാതുഹു. ഇത് വിശുദ്ധ ഖുർആൻ അല്ലാഹു സംവിധാനിച്ചിറക്കി കൊടുത്തതാണ്.
ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഇത് പുണ്യനബിക്ക് അവതരിപ്പിക്കപ്പെട്ട വാക്കുകളാണ്. ആ അനശ്വരമായ വാക്കുകളുടെ ഭൗതികവും അഭൗതികവുമായ കഴിവുകളെ മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഭൂമിയിലേക്ക് ആഴത്തിൽ ആണികളായി ആഴ്ന്നിറങ്ങിക്കിടക്കുന്ന ഭീമാകാരങ്ങളായ പർവ്വതങ്ങളെപ്പോലും ഈ വചനങ്ങൾ ചൊല്ലിക്കൊടുത്താൽ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ചൊല്ലിക്കൊടുത്താൽ, ഖുർആനിന്റെ പാരായണം നടന്നു കഴിഞ്ഞാൽ ആ പർവ്വതങ്ങളെപ്പോലും അവിടുന്ന് സ്ഥാനചലനം നടത്താൻ മാത്രമുള്ള പവർ അള്ളാഹുവിന്റെ വചനങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? അള്ളാഹു ചോദിക്കുകയാണ്. വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാൽ. പർവ്വതങ്ങളെ സ്ഥാനചലനം നടത്തുക എന്ന് മാത്രമല്ല, പർവ്വതങ്ങളെ അവിടെ നിന്ന് അടർത്തിയെടുത്ത് പൊടിപൊടിയായി അതിനെ അവിടെ നിന്ന് സ്ഥാനചലനം നടത്തി പൊടിയായി മാറ്റിക്കളയാൻ മാത്രമുള്ള പവർ, അതിനുള്ള കഴിവ് അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലയോ? ഭൂമിയെ കീറി മുറിക്കാൻ മാത്രമുള്ള ഒരു ടെക്നോളജിയും മനുഷ്യനിന്ന് കണ്ടുപിടിച്ചിട്ടില്ല. 14-12 മൈലുകൾ ഭൂമിക്കുള്ളിലേക്ക് മനുഷ്യൻ തുരങ്കം സൃഷ്ടിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഭൂമിക്കുള്ളിൽ കിടക്കുന്ന അതിൻ്റെ കോറിലേക്ക്, ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും മനുഷ്യൻ കണ്ടുപിടിക്കുന്ന പ്ലാറ്റിനം പോലും ഉരുകിയില്ലാതാവുന്നതാണ്. മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു മെഷീനിനും ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്ന അതിസാന്ദ്രമായ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ തുരക്കുന്ന മെഷീനുകൾ പോലും ഉരുകിപ്പോകും. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുടെ മാസ്മരികതയിലൂടെ ഭൂമിയെ പോലും കഷ്ണമാക്കാൻ കഴിയുന്ന പവർ അള്ളാഹുവിന്റെ ഈ വചനങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലയോ? ഇതൊക്കെ നടക്കാൻ പോകുന്ന സംഭവങ്ങളായിരിക്കും.